അപ്പോൾ നമ്മൾ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ 18 ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിലെ ക്രീം ഉണ്ടല്ലോ, ഈ ക്രീം നമുക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ബിസ്ക്കറ്റ് സെപ്പറേറ്റ്, ക്രീം സെപ്പറേറ്റ്. എന്നിട്ട് ഈ ക്രീം വെച്ചിട്ടാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ ക്രീം വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ 18 ഓറിയോ ബിസ്ക്കറ്റിൻ്റെയും ക്രീം സെപ്പറേറ്റ് ആയിട്ട് ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ട് മാറ്റി വയ്ക്കാം. ഈ ബിസ്ക്കറ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമ്മുടെ ബിസ്ക്കറ്റ് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ്ട് നീക്കി വയ്ക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കുമ്പോൾ ഇതിലേക്ക് 1.25 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുക. ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല. ടേബിൾ സ്പൂണിലല്ല ചേർക്കുന്നത്, ടീസ്പൂണിൽ. ഫസ്റ്റ് 1 ടീസ്പൂൺ ചേർക്കുക. ഇനി അടുത്തത് നമുക്ക് 1/4 ടീസ്പൂൺ ചേർക്കാം. സ്പൂണിൽ കറക്റ്റ് വടിച്ചിട്ടുള്ള അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും അത് കറക്റ്റ് അളവായിട്ട് വരാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതായിട്ട് നീക്കി വയ്ക്കുക. ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത് 3/4 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർക്കേണ്ടത്. നല്ല ചൂടുള്ള പാല് ചേർക്കേണ്ട, ഇളം ചൂടുള്ള പാല്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് 3/4 കപ്പ് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി മൈദയും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാറ്റർ തിക്കായിട്ട് ഇരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ഇനി ഇതിലും കൂടുതൽ പാല് ചേർക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മുടെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇത് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ മിക്സിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 3/4 കപ്പ് പാലും 18 ബിസ്ക്കറ്റും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നുണ്ട്. ഇതാ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര ടൈറ്റായിട്ട് അങ്ങനെ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് സെപ്പറേറ്റ് സാധാരണ ചൂടാക്കാത്ത പാല് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് സാധാരണ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യില്ലേ, അതേപോലെയാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ കുക്കർ തന്നെ വേണമെന്നില്ല, സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കറക്റ്റ് അളവ് ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റുന്ന കറക്റ്റ് മൂടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടല്ലോ, ചീനിച്ചട്ടിയിൽ വെച്ചിട്ടും കേക്ക് ബേക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഏത് പാത്രമാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് നന്നായിട്ട് ചൂടാക്കുക, നിങ്ങൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ. എന്നിട്ട് ഏതിലായിരുന്നാലും ഫസ്റ്റ് ഒരു ബേസ് വെച്ച് കൊടുക്കണം. ഒരു ചെറിയൊരു പാത്രം അടിയിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം വയ്ക്കുക. എന്നിട്ട് ആ എടുക്കുന്ന പാത്രത്തിന് കറക്റ്റ് പാകമായിട്ടിരിക്കുന്ന ഒരു മൂടി വേണം. അപ്പോൾ ഇത് ഞാനിവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ, ബട്ടർ, നെയ്യ് എന്ത് വേണമെങ്കിലും ഒഴിക്കുക. പിന്നെ എടുക്കണ പാത്രം ഉണ്ടല്ലോ, ഒരുപാട് വലിയ പാത്രമാവരുത്. ഇതേപോലെ ഇങ്ങനെ ഇതിപ്പോൾ വലിയ പാത്രമാണെങ്കിലും അടിവട്ടം കുറവാണല്ലോ. കാരണം നമ്മുടെ ഈ മിക്സിങ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ വലിയ പാത്രത്തിലേക്ക് ഒഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് അത്രയ്ക്ക് അങ്ങോട്ട് തിക്നെസ് കിട്ടില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാധാരണ നമ്മൾ സ്കൂളിൽ ചോറ് കൊണ്ടുപോകണ സ്റ്റീലിൻ്റെ വട്ടത്തിലുള്ള പാത്രം ഉണ്ടല്ലോ, ചോറും പാത്രം, അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അതിനകത്ത് കറക്റ്റായിട്ട് വരും. അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തോ. അല്ലെങ്കിൽ അതേപോലത്തെ ഒരുപാട് വലിയ വട്ടമില്ലാത്ത പാത്രം എടുക്കുക. ഈ ഓയിൽ ഇതിൻ്റെ അടിയിലും ഈ സൈഡിലും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ കേക്ക് റെഡി ആയി കഴിയുമ്പോൾ കേക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത്. അല്ലെങ്കിൽ ബട്ടറോ നെയ്യ് എന്ത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ നിങ്ങൾ കേക്കിൻ്റെ മിക്സിലേക്ക് ഈ സെപ്പറേറ്റ് വേറെ പഞ്ചസാര ഒന്നും ചേർക്കരുത് കേട്ടോ. ഇതാ ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പറാണ് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് മൈദപ്പൊടി ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് മൈദപ്പൊടി വെതറി കഴിക്കാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് തട്ടിയിട്ട് ബാക്കി വന്ന പൊടി കളയാൻ വേണം.
അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അടിയിലും ഒരു സൈഡിലേക്ക് ഒന്ന് മൈദപ്പൊടി ഒന്ന് പിടിച്ചിട്ടിരിക്കുക, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ലെവലാവുകയും ചെയ്യും. ഇതിനകത്ത് എയർ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു കുക്കറാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു ബേസ് വെക്കണം. ഇതേപോലത്തെ ബേസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിവിടെ എനിക്ക് എന്നോട് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇങ്ങനത്തെ എവിടെ നിന്ന് കിട്ടിയെന്ന്. ഇതുണ്ടല്ലോ നമ്മുടെ ചോറ് വരുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന്, അതിൻ്റെ അടിയിൽ ഇതേപോലത്തെ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞവെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്ന് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ കത്തിയെടുത്ത് അതിനെ പിടിച്ച് മാറ്റിയെടുത്തതാണ്. അതാണ് ഇങ്ങനത്തെ ഷേപ്പ് ഇരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ എന്തെങ്കിലും ഒരു ബേസ് വെക്കാം. ഇനി നമുക്ക് കുക്കർ അല്ലെങ്കിൽ ഏത് പാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് നന്നായിട്ട് ചൂടാക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും പൊട്ട ഏതെങ്കിലും അത്രയ്ക്കും നല്ലതല്ലാത്ത പാത്രം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തും ചെയ്യാം കേട്ടോ. നല്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കർ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി നമ്മുടെ കുക്കർ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. കുക്കർ ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ട് കുക്കർ ചൂടാക്കരുത്. കാരണം ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഭയങ്കര തീ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഈ കുക്കറിൻ്റെ ഉള്ളിൽ ഭയങ്കര പുക വരുമല്ലോ. പിന്നെ നമ്മൾ കേക്കൊക്കെ വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുകച്ചൊക്കെ വരും. അതെല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കർ നന്നായിട്ട് ചൂടാക്കുക. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നമ്മുടെ കേക്ക് റെഡി ആകുമ്പോഴേക്കും നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചേക്കുന്ന ക്രീം ഉണ്ടല്ലോ, ഈ ക്രീമാണ് എടുക്കുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രീം പതുക്കെ ഒന്ന് ചൂടാക്കുക. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, എന്നിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ട, ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മെൽറ്റായി, നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായി. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കൂടിയും ചേർക്കുക. അപ്പോൾ നമ്മൾ ആ 18 ബിസ്ക്കറ്റിൻ്റെ ഫുള്ള് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓയിലും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ ഈ കേക്ക് റെഡി ആവുന്ന സമയത്ത് നിങ്ങളിത് ഫ്രീസറിലേക്ക് വെച്ചോ. അപ്പോൾ നമുക്കൊരു 20-25 മിനിറ്റിനുള്ളിൽ ഇതൊന്ന് തിക്കായി കിട്ടും നമുക്ക്. അപ്പോൾ അത് ഫ്രീസറിലേക്ക് വെക്കട്ടെ. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ വലിയ ബർണറായിരുന്നു. അപ്പോൾ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒന്നും കൂടി കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ബർണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. നമുക്കൊരു ഇതേപോലെ ഒന്ന് കുത്തി നോക്കി. ഇതിപ്പോൾ നല്ല ക്ലീനായിട്ട് വരണല്ലേ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കേക്ക് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. അപ്പോൾ നമ്മൾ ആ ക്രീം റെഡി ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ നോക്കിക്കേ, ഇതൊന്ന് തിക്കായിട്ട് വന്നിട്ടില്ലേ. ഇനി ഇത് നമ്മൾ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അത് നല്ല ക്രീമായിട്ട് വരും. അത് നോക്കിക്കേ, ഇപ്പോൾ ഇത് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിലേക്ക് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സൈഡിൽ നമ്മളൊന്ന് കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കില്ല. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, എങ്ങനെ വേണമെങ്കിലും എടുക്കുക. അല്ലെങ്കിൽ അപ്പോൾ നോക്കിക്കേ, നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഈ കേക്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതാ നോക്കിക്കേ, ഇതേപോലെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ക്രീം റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഡെക്കറേറ്റ് ചെയ്യുക. കണ്ട, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ്. നല്ല ചോക്ലേറ്റിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ കേക്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഇവിടെ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് വിപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇത് ഇവിടെ തേച്ച് കൊടുക്കുക. ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ കേക്കിന്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ആണ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. അല്ലെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവിയിൽ വെച്ചിട്ട് ഡയറക്റ്റ് ഫ്ലെയിമിലേക്ക് വെക്കേണ്ട, സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മെൽറ്റാക്കി എടുത്തിട്ട് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗം നോക്കിക്ക്, അടിപൊളി കേക്ക്, നല്ല സൂപ്പർ, നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും എടുക്കണം കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് ഈ കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക, വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേക്ക് ഉണ്ടാകുമ്പോൾ ഇതേപോലെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കാം. ഈ പേള് കഴിക്കാൻ പറ്റുന്നതല്ല കേട്ടോ, എന്നെ നീക്കി വെക്കട്ടെ. എനിക്ക് നല്ല എന്താ പറയുക, നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും ഈ കേക്ക്. റെഡി ആക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ.